ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനൂസ് കിച്ചൺ. അപ്പോൾ ക്യാമറയുടെ മുമ്പിൽ ഞാനല്ല, ഇന്ന് ഹസ്ബൻഡിനെ കൊണ്ട് ഒരു റെസിപ്പി എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ആൾ റെഡിയാണ്, ഞാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? റെഡിയാണെങ്കിൽ എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്ന് ഒപ്പിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. മിക്സിയുടെ ഇതൊക്കെ തയ്ച്ച് മാറ്റുമോയെന്ന് എനിക്കറിയില്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ കേക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ കേക്കാണ്. മാംഗോ കേക്കിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ജാർ എടുക്കുക, മിക്സി ജാർ. ഈ മിക്സി ജാറിലോട്ട് നമുക്ക് ആദ്യമേ 2 മുട്ട ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം 2 അൽഫോൻസോ മാംഗോ, അത് മീഡിയം സൈസ് എടുത്തത്, അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഭയങ്കര ഈസി, ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് 2/3 കപ്പ് ഷുഗറാണ്. ഈ ഷുഗറും കൂടി ഇടാം, പഞ്ചസാര. പിന്നെ അതിലേക്ക് തന്നെ 1/2 കപ്പ് എണ്ണയും കൂടി ഒഴിക്കാം. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ടത് 2 മുട്ട, അതിനുശേഷം പിന്നെ നമ്മൾ നമ്മുടെ അൽഫോൻസോ മാംഗോ ഇട്ടു. അത് കഴിഞ്ഞ് 2/3 കപ്പ് ഷുഗർ, പിന്നെ 1/2 കപ്പ് എണ്ണയും ഒഴിച്ചു. ഇപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലെൻഡ് ചെയ്തത് നമുക്ക് ഇതുപോലെ കണ്ട നല്ല നൈസായിട്ട് കിട്ടി. അത് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്യണം. നമ്മുടെ മുട്ടയെല്ലാം നല്ലതായിട്ട് മിക്സ് ആകണം അതിലേക്ക്. അപ്പം ഓക്കെ, അപ്പം ഈ മുട്ട വേണ്ടെങ്കിൽ നമുക്ക് മുട്ടയ്ക്ക് പകരം 1/2 കപ്പ് തൈരോ ഇല്ല 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാമേ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് ഇത് 1 കപ്പ് മൈദ. അപ്പം ഈ മൈദയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം. പിന്നെ ഇത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടു. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ കാണിച്ചിരുന്ന മിക്സ് നമുക്ക് ഇതിലേക്ക് ഇടാം. നമുക്കൊന്ന് അരിപ്പയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് അരിച്ചെടുക്കാം. അപ്പം അരിപ്പ ഉണ്ടെങ്കിൽ അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ എടുക്കുക. ഇപ്പം എൻ്റെ ഈ സിഫ്റ്റർ ഉള്ളത് കൊണ്ട് ഞാൻ ഈ സിഫ്റ്റർ വെച്ച് പെട്ടെന്ന് നമുക്കൊന്ന് നമ്മൾ നല്ലതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. എനിക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു ഈ ഫോൾഡിങ് പരിപാടി എന്തുവാന്ന്. ഓക്കെ, 1/3 കപ്പ് പാലും കൂടി അതിലേക്ക് ഒഴിക്കാം. എന്നിട്ടതുപോലെ നമ്മൾ നല്ലതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി അങ്ങ് ഓവർ മിക്സ് ചെയ്യല്ല. ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറ്റത്തില്ല. അതെ, കേക്ക് ഹാർഡായി പോവും. അപ്പം ഈ വെളുത്ത പൊടി കണ്ടില്ലേ, ഈ വെളുത്ത പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്ന വരെ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിലൊക്കെ ഉള്ളത് ഇങ്ങനെ അങ്ങോട്ട് ഈ സ്പാറ്റില വെച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ലോഫ് പാൻ കിട്ടിയിട്ടുണ്ട്. ഈ ലോഫ് പാനിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു. അതിന് മുമ്പേ നമ്മൾ ഈ ലോഫ് പാനിലേക്ക് തന്നെ ബട്ടറും മൈദയും വെച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് എടുക്കുക. കാരണം നമുക്കിത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് നല്ലതായിട്ട് ഇളകി വരാൻ വേണ്ടിയാണ്. കണ്ടില്ലേ, ഞാനത് ഒഴിച്ചു. പിന്നെ ഒഴിക്കാൻ പോയതും ഒഴിച്ചതും ഒന്നും കാണിക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ മഹാനായ ഡയറക്ടർ ക്യാമറ ഓഫ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ നീ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക, എന്തെങ്കിലും ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ബാറ്റർ നമുക്ക് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റഡ് ഓവനിലേക്ക് നമുക്കിത് വെക്കാം.
ഒരു 25-30 മിനിറ്റ്സ് വെച്ചിട്ട് പിന്നെ നമുക്കൊരു ടൂത്ത്പിക്ക് വെച്ച് ഒന്ന് കുത്തിയിട്ടൊന്ന് നോക്കാം അത് റെഡി ആയോ എന്ന്. ഞാൻ ഇത് കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് 30 മിനിറ്റ്സാണ് ഞാൻ വെച്ചത് 180 ഡിഗ്രിയിൽ. നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചാണേലും നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ ഇടുന്നുണ്ട്. നമ്മുടെ ലീനു ഉണ്ടാക്കിയ ഒരു കേക്ക് സ്റ്റൗ ടോപ്പിലായിരുന്നു, അത് കണ്ടു നോക്ക്, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം ഇപ്പം ബേക്ക് ചെയ്തിരിക്കുന്ന ഈ കേക്ക് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കമത്തിയിടാം. അത് ഈസിലി വരും, ബിക്കോസ് നമ്മൾ ആദ്യം തന്നെ ബട്ടറും മൈദയെല്ലാം നമ്മൾ ഡസ്റ്റ് ചെയ്തതുകൊണ്ട് അത് ഈസി ആയിട്ട് വരണം. ഓക്കെ, അങ്ങനെ ഫൈനലി ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. മൊമെന്റ് ഓഫ് ട്രൂത്ത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ്, നല്ല മോയിസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ എന്നാലും ഞാനുണ്ടാക്കിയ കേക്ക്. ഏതായാലും ലീനുവിൻ്റെയും സഹായമുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഈ കേക്ക് ഉണ്ടാക്കി നോക്കണം. ഞാൻ ഗ്യാരണ്ടി ഇതിന് അടിപൊളി ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കും നല്ലതാണ്, പ്രായമുള്ളവർക്കും നല്ലതാണ്. കാരണം ഒത്തിരി മധുരം ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പം മാംഗോയുടെ ഒക്കെ സീസണല്ലേ. ഈ കേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ആസ് യൂഷ്വൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ലീനൂസ് കിച്ചൺ.